വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അമയാസ് ലിറ്റിൽ വ്ലോഗ്. അപ്പൊ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയില്ലേ, അപ്പൊ അതുകൊണ്ട് എന്റെ കൊച്ചു ജൂനിയർ സൈഡിലുള്ള കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലെ കുറച്ച് ഗ്രാമേഴ്സും എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇന്ന് മുതല് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് നൗൺ ആണ്. Noun is a naming word. Noun is a word refers to things, animal, place, name, etc. Noun എന്ന് വെച്ചൊരു നെയിമിംഗ് വേർഡ് ആണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് തിങ്സ്, പ്ലേസ്, നെയിം, അങ്ങനെ പ്ലേസ് അതുപോലെയുള്ള സ്ഥലങ്ങളെ. നമുക്ക് ഏതൊക്കെയാണ് നൗൺസ് നോക്കാം. നൗൺസ് എന്ന് വെച്ചാൽ തിങ്, പേഴ്സൺ, ആനിമൽ, പ്ലേസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ തിങ്സിന് എക്സാമ്പിൾ പെൻ, പെൻസിൽ, ചെയർ, ഡസ്ക് എക്സെട്ര ആണ്. പിന്നെ വാച്ചും എക്സാമ്പിൾ ആണ്. പിന്നെ പേഴ്സണിന്റെ നെയിം ലൈക്ക് സീത, പോൾ. പിന്നെ പേഴ്സൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മമ്മി പറയാം, ഡാഡി പറയാം, ഒക്കെ പറയാം. പിന്നെ ആനിമൽ ലൈക്ക് ഡോഗ്, ക്യാറ്റ്, ലയൺ എക്സെട്ര. പിന്നെ പ്ലേസ്, ഞാൻ ഇപ്പൊ കൊച്ചി താമസിക്കുന്നുണ്ട്. കൊച്ചി, സ്കൂൾ, ഹോം, ഗാർഡൻ ഇതൊക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് സെന്റൻസിൽ എവിടേക്കാണ് നൗൺസ് വരുന്നതെന്ന് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, സീത ഈസ് എ ഗുഡ് ഗേൾ. അതിൽ സീത ഒരു നെയിമാണ്, അപ്പോ അതൊരു നൗൺ ആണ്. പിന്നെ ഗേൾ ഒരു പേഴ്സൺ ആണ്, അപ്പൊ പേഴ്സൺ ഒരു നൗൺ ആയിട്ട് വരും. പിന്നെ അശോക് വാസ് എ വൈസ് കിങ്. അപ്പൊ അശോക് ഒരു നെയിം ആയതുകൊണ്ട് എന്താക്കാം, നൗൺ ആണെന്ന് പറയാം. കിങ് ഒരു പേഴ്സൺ ആണ്, നൗൺ ആണ്. പിന്നെ ഡോഗ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. അപ്പൊ അതിൽ ഡോഗ് അതൊരു നൗൺ ആണ്. നൗൺ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ.